ഒരുമിച്ച് പാട്. ഈ അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ അനുഭവങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കണം നിർബന്ധമില്ല. നമ്മളെ ആശ്വസിപ്പിക്കണം എന്തായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആകണം. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പഴയ ഫയലെടുത്ത് നമുക്ക് കാണിച്ചു തരും, നമ്മൾ ഓർപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചതിലൂടെ നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നിലനിൽക്കാൻ എന്താ മാർഗം? എല്ലാവർക്കും വരുന്ന സംഭവങ്ങൾ അവർ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടല്ലോ, മൊബൈലൊക്കെ ആപ്ലിക്കേഷൻസ് ഇല്ലേ? അപ്പോൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ പറയും അത് ആക്ടിവേറ്റഡ് ആയിട്ടില്ലെന്ന് പറയും. രണ്ട് സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബട്ടൺ അമർത്തി ആക്ടിവേറ്റ് ആക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടാവും, അത് ആക്ടിവേറ്റ് മോഡിലായിരിക്കത്തില്ല. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ പ്രഥമ നടപടി എന്താണ്? പശ്ചാത്താപമാണ് അല്ലേ? പശ്ചാത്താപം. അപ്പം ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് സുവിശേഷത്തിലൂടെ പത്രോസ് നൽകുന്ന മറുപടി എന്താണ്? നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകണം അല്ലേ? നടപടിയെടുത്ത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം നിങ്ങൾ ഓർക്കും, അയ്യോ ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും കാത്തലിക്സിലല്ല ഇരിക്കുന്നത്, നോൺ ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അയ്യോ ഞങ്ങളെങ്ങനെ സ്നാനം സ്വീകരിക്കണമെന്ന്. സ്നാനം പലതരം ഉണ്ടല്ലേ? വെള്ളത്തിൽ ബാപ്റ്റിസം വിത്ത് വാട്ടറുണ്ട്, പിന്നെ ബാപ്റ്റിസം ബൈ ഫെയ്ത്ത് ഉണ്ട്. എല്ലാവർക്കും സ്വീകാര്യവും ലളിതവുമായ മാർഗം എന്താണ്? ബാപ്റ്റിസം ബൈ ഫെയ്ത്താണ്. യേശുക്രിസ്തുവാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതെന്ന് വിശ്വസിച്ചാൽ വിശ്വാസ സ്നാനമായി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരാൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന, വിശ്വാസത്തോടെ ജീവിക്കുന്ന, രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വിശുദ്ധിയോടെ ജീവിക്കുന്നു എന്ന് പറയണതും വിശ്വാസത്തോടെ ജീവിക്കുന്നു എന്ന് പറയണതും ഒന്നാണ്. രണ്ടാകണമെങ്കിൽ എൻ്റെ അകത്ത് കാപട്യമുണ്ട്. പലർക്കും പറ്റുന്ന വിശ്വാസം, അതായത് ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യും,
അവർക്ക് വിശുദ്ധി ഉണ്ടാകുകയും ചെയ്യത്തില്ല. അത് പക്ഷേ ഇത് രണ്ടും കൂടി സിങ്ക് ആകുമ്പോഴാണ് ശരിക്കും ഈ പവർ ആക്ടിവേറ്റ് ആകണത്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് വിശ്വസിക്കാം, കേവലമായി വിശ്വസിക്കാം, ആക്ടിവേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. കാര്യം യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. അത് സ്റ്റാറ്റിക്കായിട്ടിരുന്നാൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത് ഡൈനാമിക്കായിട്ടിരിക്കണം. യേശുക്രിസ്തു ഒരേ സമയം തന്നെ വ്യക്തിയാണ്. എന്താ പറയുക, 1 Corinthians 1:24 വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, വിളിക്കപ്പെട്ടവർക്ക് യഹൂദർക്കോ വിജാതിയർക്കോ ആരായാലും കുഴപ്പമില്ല. അതായത് വിളിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താൽ ആകർഷിക്കപ്പെട്ട ആൾക്കാരെയാണ് ഈ വിളിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അല്ല ദൈവം ഇങ്ങനെ ഓട്ടോറിക്ഷ മേക്കും കെട്ടി വിളിച്ചുകൊണ്ട് നടക്കുകയല്ല. വിശ്വാസത്താൽ ആകർഷിക്കപ്പെടുന്നവരാണ് ആരാണ്? വിളിക്കപ്പെടുന്നവർ. ഇപ്പം വിളിക്കപ്പെട്ടവർക്ക് ആരാണ്? യേശുക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. അപ്പം ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ പവറാണ്. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലാണ് ദൈവത്തെ നമുക്ക് അനുഭവവേദ്യമാകണത്. ഒന്ന് വ്യക്തിയായിട്ടും രണ്ടാമത്തത് ശക്തിയായിട്ടും. ഒന്ന് വ്യക്തിയായിട്ടും രണ്ടാമത്തത് ശക്തിയായിട്ടും. ഇപ്പം ചില സമയത്ത് വ്യക്തിയും ശക്തിയും ഒരുമിച്ച് വരും. ഇപ്പം ചില സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ പ്രസംഗങ്ങളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുതെന്ന് പറയത്തില്ലേ? എഫേസോസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി. എഫേസോസ് 4:30 ലേഖനമാണ് കേട്ടോ, പൗലോസ് അപ്പോസ്തലന്റെ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. കണ്ടല്ലേ, വേദനിപ്പിക്കണ ഒരു വ്യക്തി ആയാലല്ലേ വേദനിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? ഇപ്പം ദൈവം വ്യക്തിയാണ് ശരിക്കും. ഇപ്പം വ്യക്തിയായിട്ട് ഇങ്ങനെ അതേസമയം അതാണ് വേദനിപ്പിക്കുന്നത് പറയണത്. എപ്പോഴാണ് വേദനിച്ച് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളിലേക്കൊക്കെ നമ്മൾ വീഴുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വേദനിക്കുകയും, വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കണത് എന്താണ്? നിർവീര്യമായി പോവും, പവർ പോവും. ഡീപ്പ് പവർ എന്ന് പറഞ്ഞില്ലേ, പവർ പോവും. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അവിടെ എന്താ പറയണത്? നിർവീര്യം ആക്കരുത്, ഡീപ്പ് പവർ ചെയ്യരുതെന്ന്. എന്താ? ആത്മാവ് ശക്തിയായത് കൊണ്ടാണ്, നിങ്ങൾ ഡീപ്പ് പവർ ചെയ്യരുതെന്ന് പറയണത്, നിർവീര്യമാക്കരുത്. അപ്പം ദൈവകൽപ്പനകൾക്കെതിരെ, അപ്പം ഡീപ്പ് പവർ ചെയ്യാതിരിക്കാൻ വേണ്ടി, പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിയിലേക്ക് വരണത് നമ്മൾ. മനസ്സിലായില്ലേ? ആ ദൈവമായിട്ടുള്ള സ്നേഹം നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ഈശോ പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവനാത്മാവേ ജീവിതത്തിൻ്റെ വീണ്ടും ശക്തി, വീണ്ടും ശക്തിയെ പാവനായി
ഒരുമിച്ച് പാടാം, എല്ലാവർക്കും പാടാം, കൈയടിച്ചിട്ട് പാടാം. ജീവനില്ലാത്ത ജീവിതത്തിന്റെ വിശുദ്ധ ജീവനുക വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക ഓ പാവനനാവേ, പാവനനാവേ ശൂന്യതയിലെയും താഴ്വരയിൽ ജീവനില്ലാത്ത ജീവിതത്തിന്റെ വീശിടുക വീണ്ടും ജീവനേകുക വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക വീണ്ടും ശക്തിയേകുക ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക ഒരുമിച്ച് എല്ലാവരും വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക ഭാഷാവരം ശ്രദ്ധിക്കട്ടെ, ഭാഷാവരം ശ്രദ്ധിക്കട്ടെ, ഭാഷാവരത്തെ ശ്രദ്ധിക്കട്ടെ, കൈയ്യടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ശക്തിയേകുക, വീണ്ടും ശക്തിയേകുക. കർത്താവേ, സ്വർഗ്ഗം തുറക്കണമേ, സ്വർഗ്ഗം തുറക്കണമേ, കർത്താവേ, സ്വർഗ്ഗം തുറക്കണമേ. നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ, സഭയുടെ സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. അടിക്കാറ്റ് പോലെ, അടിപ്പിണൽ പോലെ, മതം പോലെ ദൈവികമായ ശക്തിയായി അഭിഷേകം ചെയ്യണമേ. മാറിയ രോഗങ്ങള്, തീരാവേദനകള്, ദുരിതങ്ങള്, ജീവിത ഭാരങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് വിട്ടുമാറട്ടെ, വിട്ടൊഴിയട്ടെ, വിട്ടൊഴിയട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക വീണ്ടും ശക്തിയേകുക പാവനനാവേ നീ എന്നിൽ നിറഞ്ഞിടുക വീണ്ടും ശക്തിയേകുക പാവനനാവേ എൻ്റെ പേര് റെനിമോൾ മാത്യു. ഞാൻ ഇടുക്കി കട്ടപ്പനയ്ക്കടുത്തുള്ള കാഞ്ചിയാർ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഓഗസ്റ്റ് 31-നാണ്. ഞാൻ ഈ അൾത്താരയിൽ എന്നെ ഇവിടെ നിർത്തിയ മാതാവിന് 1000 നന്ദി പറയുന്നു. എൻ്റെ വാക്കുകളിൽ പിഴവുകളൊക്കെ ഉണ്ടായേക്കാം, എനിക്കത്ര പരിചയമൊന്നുമില്ല ഇങ്ങനെയൊന്നും സംസാരിച്ച്. എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എല്ലാം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിയത് എനിക്കൊരു ഹാർട്ട് ബീറ്റിനൊരു ചെറിയ പ്രശ്നം വന്നു. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഫുള്ളായിട്ട് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പേരുടെയും പ്രഗ്നൻസി ടൈമിൽ ആകെപ്പാടെ അസുഖങ്ങളും കാര്യങ്ങളും DVT എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. ത്രോംബോസിസ്, നമ്മുടെ കാലിലെ ബ്ലഡ് ക്ലോട്ടായി, കാലിൽ മാത്രമല്ല ശരീരത്ത് എവിടെ വേണമെങ്കിലും ക്ലോട്ട് വരാം.
അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇഞ്ചക്ഷനും കാര്യങ്ങളും ആശുപത്രിയുടെ പടി തന്നെ നമുക്ക് ഒരു മടുപ്പായി. അപ്പോൾ ഇനിയും വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് ഇനിയും ആശുപത്രിയിലേക്കാണോ മാതാവ് എന്ന് പേടിച്ച് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നു. ഹാർട്ട് ബീറ്റിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണല്ലോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇത് പേടിച്ചിട്ട് ഞാനിങ്ങനെ ഒന്നും പറയാതിരുന്നിട്ട് ഞാനിങ്ങനെ കൃപാസനം പത്രം കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് പത്രം തന്നയാൾ ഒരു കുപ്പി തേനും തന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരു തുള്ളി തേനൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാം. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, ECG എടുത്തു, ഒരു പ്രശ്നവുമില്ല. പിന്നെ എനിക്ക് ടെൻഷൻ തന്നെ. അപ്പോൾ ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പം അവിടെ തന്നെ എനിക്കിങ്ങനെ തോന്നുക ഹീമോഗ്ലോബിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ സയൻസ് പഠിച്ചതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഹീമോഗ്ലോബിനൊക്കെ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വെറുതെ തന്നെ തോന്നുക. എനിക്ക് നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പോയി ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ റിസൾട്ട് ഒരു 8.9 അങ്ങനെ എത്രയും കണ്ടോ കിട്ടിയത്. അപ്പോൾ അതായിരുന്നു കാരണം. ഡോക്ടറെ കണ്ടു. ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, ഇതാണോ ഡോക്ടറെ കാരണമെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല, എനിക്കിങ്ങനെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാൽ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് 1 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, വയറ്റിലാകെപ്പാടെ പ്രശ്നം. ഒന്നെങ്കിൽ ലൂസായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നു, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്നു. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 2 ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് നമുക്ക് ഇവരെയും വെച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെയെല്ലാം വായ്പത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് ഉടമ്പടി തൈലം നാക്കിൽ കുരിശ് വരയ്ക്കും, തേൻ ഉപയോഗിക്കാൻ തുടങ്ങി, ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ആയപ്പോൾ അത് നോർമലായെന്ന് പറഞ്ഞാൽ 11 പോയിൻറ്റ് സംതിങ് ഒക്കെ ആയി. നമുക്ക് അത്രയൊക്കെ മതി, എനിക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. പിന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഹസ്ബൻഡ് പുറത്താണ് ജോലി ചെയ്യുന്നത്. ഹസ്ബൻഡ് വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഇവിടെ വന്നു. ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആ സമയത്തെല്ലാം ഞാൻ PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് മുന്നേ തൊട്ട് തുടങ്ങിയതാണ് PSC പഠിത്തം. അപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കും ഇതുവരെ ഒന്നും ആയില്ലേ, ഇത്രയും പഠിച്ചില്ലേ, ജോലിയൊന്നും ആയില്ലേ, വീട്ടുകാർ ചോദിക്കും, നാട്ടുകാർ ചോദിക്കും. ഈ ചോദ്യമെല്ലാം കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മനസ്സിലൊരു ജോലിയില്ല എന്നുള്ള ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ ഈ സങ്കടം വെച്ച് ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ സമയത്താണ് ഞാൻ എക്സാം എഴുതുന്നത്. എക്സാം എഴുതിയപ്പോൾ എനിക്കത് അത്ര എളുപ്പമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ സാധാരണ എക്സാം എഴുതുന്ന പോലെ എഴുതി. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കി, പക്ഷേ മാർക്ക് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് വിട്ടു. എനിക്ക് പിന്നെ ഞാനിങ്ങനെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു, പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം അസുഖം വരുന്നു. അങ്ങനെ ഓരോ കാരണങ്ങളും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം പഠിച്ചാൽ പിന്നെ 10 ദിവസത്തേക്ക് പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ പുറത്തൊരു കോച്ചിങ്ങിന് പോയി പഠിക്കാനുള്ളൊരു സാഹചര്യമല്ല. 2 കുഞ്ഞുങ്ങൾ ഇപ്പോൾ 1-ലും 2-ലും പഠിക്കുന്നത്. ഒരു 3 വർഷം മുന്നേ അവർ ഇച്ചിരൂടെ ചെറുതായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും 1.25 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ പഠിക്കാൻ ശ്രമിച്ച് ഈ കൊച്ചിന് 3.5 വയസ്സ് വരെ പാല് പിടിച്ചിരുത്തി കുടിപ്പിക്കുമായിരുന്നു. പാല് കുടിക്കണമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി കുടിപ്പിക്കുമായിരുന്നു. കാരണം എനിക്ക് പഠിക്കണം അത് പറഞ്ഞിട്ട്. അവൻ അത്രയും നേരം അടങ്ങിയിരിക്കുമല്ലോ. ആ ഒരു ഇതിൽ ഞാനിങ്ങനെ ഒത്തിരി പഠിക്കാൻ ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം കാരണം അവസാനം ഡിപ്രഷനായി. എൻ്റെ മദറിൻലോയ്ക്കൊരു കിഡ്നിക്കൊരു പ്രശ്നമൊക്കെ വന്നു. കറക്റ്റ് എക്സാമിൻ്റെ സമയപ്പോൾ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈവമേ ഇതെനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കും. അങ്ങനെ വിചാരിച്ചാൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥനാ സഹായത്തിനൊക്കെ അഭ്യർത്ഥിച്ചു. അപ്പോൾ അവർ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ എന്തും വരട്ടെ, ഇനി മാതാവ് തീരുമാനിക്കട്ടെ എന്ന് വെച്ചാണ് ഞാനത് എക്സാം എഴുതിയത്. അപ്പോൾ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വരും. അത് കഴിഞ്ഞിട്ടാണ് PSCയുടെ റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ ലിസ്റ്റിലുണ്ടെന്നുള്ള കാര്യം. എന്നിട്ടും ലിസ്റ്റ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ, റാങ്കായിട്ട് വരുന്നത് കുറച്ച് നാളൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു 100-ൽ താഴെയുള്ള ഏതെങ്കിലും റാങ്ക്, 100-ൽ മുകളിലുള്ള ഏതെങ്കിലും റാങ്ക് ആയിരിക്കും. ആകെ 150 പേരുടെ ലിസ്റ്റാണ്. ഒരു 140, 150 അത്രയൊക്കെ ആയിരിക്കും എൻ്റെ റാങ്ക് എന്ന് ഓർത്തു. അങ്ങനെ ഓർത്തിരുന്നു. ഹസ്ബൻഡ് എന്നോട് പറയും നിനക്ക് നല്ല റാങ്ക് കിട്ടും, നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ എനിക്ക് വലിയതൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ പറയും അത്രയും അത്രയും താഴെയുള്ള റാങ്ക് ആയിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന് ഉറപ്പിച്ചിരിക്കുക. റാങ്ക് വന്നപ്പം എനിക്ക് 27ാമത്തെ റാങ്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പത്രമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഓട്ടോ സ്റ്റാൻഡിലും നമുക്ക് കാണുന്നവർക്കൊക്കെ പത്രം കൊടുക്കും. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുപോയപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു നിങ്ങളൊക്കെ ഇത്രയും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള പിള്ളേരല്ലേ, ഇപ്പോഴും എന്തിനാ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കിട്ടിയ അനുഭവം, ഞാൻ അറിഞ്ഞ എൻ്റെ ദൈവത്തെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണിത്. ഞാൻ പഠിക്കുന്നിടത്താണെങ്കിൽ എൻ്റെ കൂട്ടുകാർ, ഇപ്പം ഞാൻ അവിടെ ആദ്യമേ ഒരു സാക്ഷ്യം
എന്ന പോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാനിവിടെ വരുമ്പോഴല്ല, ഞാനിപ്പം 7ാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്, ഉടമ്പടി എടുക്കുന്നതും. ആ ഉടമ്പടി എടുക്കുന്ന സമയത്തെല്ലാം പത്രം കൊണ്ടുപോയി ഞാൻ ഈ പിള്ളേർക്കെല്ലാം കൊടുക്കും. അപ്പം അവരിലും ഒരു വിശ്വാസം വളർന്നു. ആദ്യത്തെ സാക്ഷി അവിടെയായിരുന്നത് പറയാം. ഞാൻ അവരുടെ മുന്നിൽ ഇങ്ങനെ എൻ്റെ മാതാവിനെ, എൻ്റെ ഈശോയെ ഞാൻ അവിടെ പ്രഘോഷിച്ചിട്ടാണ് ഈ അൾത്താരയിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ കാണുന്നവരിലെല്ലാം ഒരു ദിവസം പോലും എൻ്റെ മാതാവിനെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഈശോയെക്കുറിച്ച് പറയാത്തൊരു ദിവസം കുറവായിരിക്കും എൻ്റെ ജീവിതത്തിൽ. ഞാനിവിടെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഒരു തവണ എനിക്ക് കിട്ടിയത് അന്ന് മണി അടിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ആദ്യം എനിക്ക് മാതാവിനെ കിട്ടിയപ്പോൾ എൻ്റെ അടുത്തൊരു വയ്യാത്ത കൊച്ചുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു, ആ കൊച്ച് വയ്യാത്തതല്ലേ, ആ കൊച്ചിന് നമുക്ക് മാതാവിനെ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, കൊടുത്തോ ചേച്ചി, കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ മാതാവിനെ കൊടുത്തു. പിന്നെ എനിക്ക് ആ ചേച്ചി മണി തന്നു. അപ്പം എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ മണിയടിക്കുന്നത് നമ്മുടെ കുർബാന അറിയിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ്. അതുപോലെ ഈശോയെ അറിയിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമായിട്ട് എന്നെ മാതാവ് നിയോഗിച്ചിരിക്കുകയാണ്. അങ്ങനൊരു വിശ്വാസം, ഒരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെക്കുറിച്ച്, ഈ മാതാവിനെക്കുറിച്ച് അവരോടൊക്കെ പറയാനും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളായാലും എൻ്റെ കുഞ്ഞുങ്ങളോടാണെങ്കിലും എപ്പോഴും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും. അവർക്കും ഒരസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവരാദ്യമേ അന്വേഷിക്കുന്നത് മാതാവിൻ്റെ തേൻ എന്തിയമ്മേ, മാതാവിൻ്റെ ഉപ്പ് എന്തിയെ, അത് ആദ്യം തന്നാൽ മതിയെന്ന് പറയും. പിന്നെ എൻ്റെ ഹസ്ബൻഡാണ് എല്ലാ കാര്യങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഹസ്ബൻഡ് തിരിച്ചു പോയ സമയത്ത്, ഹസ്ബൻഡ് എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പോയ സമയത്ത് മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും ബാഗിൽ വെച്ച് കൊടുത്തു വിട്ടു. പക്ഷേ 2 ബാഗ് ഉണ്ടായിരുന്നു, അതിൽ ഒരെണ്ണം മിസ്സായിപ്പോയി. കറക്റ്റ് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഉപ്പും തേനും വെച്ച് കൊടുത്തു വിട്ട ആ ബാഗ് മാത്രം തിരിച്ചു കിട്ടി. എംബസിയിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മറ്റേ ബാഗ് ഇതുവരെ തിരിച്ചു കിട്ടിയില്ല. ആ ബാഗിലായിരുന്നു മെഡിസിനും കാര്യങ്ങളും എല്ലാം വെച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു ബാഗ് മാത്രം തിരിച്ചു കിട്ടി. പിന്നെ എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിങ്ങനെ ഈ PSCയുടെ കാര്യം പറഞ്ഞപ്പം ഒരുപാട് കളിയാക്കൽ കേട്ടിട്ടുണ്ട്, വീടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും. മറ്റുള്ളവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്കൊരു ജോലി കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പഠിത്തമൊക്കെ അങ്ങനെയായിരുന്നു, എനിക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. പഠിക്കാൻ കഴിവുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഒരുപാട് സമയമെടുത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ഞാനിങ്ങനെ വായിച്ച് ഇങ്ങനെ തളർന്ന് അവസാനം മടുത്തിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ആരോ എന്തോന്ന് എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നിട്ട് ഞാനിങ്ങനെ വൈകിട്ടിങ്ങനെ കിടക്കുക. ഒരു 8:30 ആയ സമയത്ത്, ഞാൻ ആ സമയത്ത് ഉറങ്ങുന്നതല്ല, പിള്ളേരെ ഉറക്കിയിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ ഉറക്കാൻ ശ്രമിച്ച സമയത്ത് ഞാനും കൂടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ആ സമയത്ത് മാതാവ് വന്നിട്ട് എന്നോട് പറയുന്ന പോലെ എനിക്ക് ആ സൗണ്ട് ഞാനിങ്ങനെ കേൾക്കുക, സമയമാകുമ്പോൾ നിനക്ക് ജോലി കിട്ടും, ഫേസ്ബുക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന്. അപ്പം ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഡിപ്രഷൻ പോലായ സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞാൻ ഈ ഫേസ്ബുക്കിൽ വരുന്ന 3 മിനിറ്റുള്ള സീരിയലൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാതാവ് കറക്റ്റായിട്ട് എന്നെ ഓർമ്മിപ്പിച്ച് തന്നു. ഞാൻ ഫേസ്ബുക്കൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ അതിൽ വലിയ കാര്യങ്ങളൊന്നും പിന്നെ കാണാറായി. പെട്ടെന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ പതുക്കെ എല്ലാത്തിൽ നിന്നും മാറി. ദൈവം ഇങ്ങനെ പടിപടിയായിട്ട് എന്നെ ഓരോ കാര്യങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് വന്നു. പിന്നെ ജോസഫ് അച്ഛനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അച്ഛന് ബ്ലെസ്സിങ് കിട്ടുന്നതായിട്ട് ഒരു 2-3 തവണ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുമുണ്ട്. അത് ഈ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നിങ്ങനെ ബ്ലെസ്സിങ് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തോന്നിയ ഒരു ആശയമാണ്, ഈ മാതാവിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പുറകിൽ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ കുറേ പേർക്ക് കൊടുത്തു. 1000 എണ്ണം എടുത്തിട്ട് ഞാൻ അവിടെ നമ്മുടെ സ്ഥലത്ത് ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ചിട്ടാണ് പത്രങ്ങൾ കൊടുക്കാറ്. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പം അതിനകത്ത് ആ വിശ്വാസ പ്രമാണം ചെറുപ്പത്തിൽ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈശോയുടെ 2ാം വരവ്. അപ്പം അതിനായിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങണം. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അവർക്കും അതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഒത്തിരി ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട്. എപ്പോഴും എനിക്ക് സ്റ്റേബിളായിട്ട് ഈശോയിൽ അടുത്ത് നിൽക്കണം, എനിക്ക് ഈശോയെ ഒത്തിരി സ്നേഹിക്കണം, എനിക്ക് ഈശോയുടെ കൂടെ ജീവിക്കണം. പക്ഷേ ഞാൻ ഒത്തിരി അതിന് വേണ്ടിയിട്ട് ഒത്തിരി ഞാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഉടമ്പടി എന്ന് പറയുന്നത് ആ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഉടമ്പടി. ഒരു ധ്യാനം കൂടിക്കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തേക്ക് അതിനൊരു ചൈതന്യം നിൽക്കും. അത് കഴിയുമ്പം വീണ്ടും നമ്മൾ പഴയ പടിയാകും. ഉടമ്പടി ചെയ്യുന്ന സമയത്തും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഒത്തിരി തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ആ സംസാരത്തിലും എല്ലാം കൊണ്ട് എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീട്ടിലും. പക്ഷേ എങ്കിലും ദൈവം ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് പോലെ ഓരോ തവണ എന്തെങ്കിലും പറ്റുമ്പോൾ അതെനിക്ക് കാണിച്ചു തന്ന് ഞാൻ വീണ്ടും പോയി കുമ്പസാരിച്ച് വീണ്ടും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക.
എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്ക് ജോലി കിട്ടണമെന്നുള്ളത് സാമ്പത്തികമായിട്ട് എനിക്ക് ഉന്നമനം കിട്ടാനൊന്നുമല്ല. എന്നോടടുത്ത് ഒരാൾ ഒരു രൂപ ചോദിക്കുമ്പോൾ അല്ലെ മറ്റുള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അവരെ ഒന്ന് സഹായിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണം. അപ്പോൾ എനിക്ക് ജോലിയെന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അതാ. ബാക്കിയൊക്കെ ദൈവം തന്നോളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ദൈവം ബാക്കി എല്ലാം എന്നെ കരുതുമെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കൊരു ജോലി വേണം. പിന്നെ ഇങ്ങനെ കളിയാക്കൽ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചു പോകുമല്ലോ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ ഇതൊക്കെ അത്രയേ ഉള്ളൂ, എനിക്ക് അത്രേ ആഗ്രഹമേ ഉള്ളൂ. ഇനി എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ, അതുപോലെ എനിക്ക് പറ്റുന്ന എല്ലാവരെയും ഈശോയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു.